friends, welcome back to our channel Our Happiness by J&J. Friday ആണ് നമ്മുടെ സ്റ്റൈലിംഗ് ടിപ്സ് ആണ്. അതിൽ നിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അതായത് നമുക്ക് ഡ്രസ്സിങ് വഴി എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തടി കുറയ്ക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കാരണം നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഒക്കെ ചെയ്ത് മടുത്തിരിക്കുന്ന ആൾക്കാരാവും. നാളെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തടി കുറയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും, ഇൻക്ലൂഡിങ് മീ. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ തടി കുറയ്ക്കാം എന്നുള്ളത് നോക്കി നടക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഇപ്പം ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ ഭയങ്കരമായിട്ട് തടി കുറഞ്ഞല്ലോ. പിന്നെ ചില ഫംഗ്ഷന് പോകുമ്പോൾ പറയും, ഓ തടി വെച്ചോ. അങ്ങനെ രണ്ട് കാറ്റഗറിയിലും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ അത് ഓരോ ഡ്രസ്സിന്റെ വ്യത്യാസങ്ങളാണ്. നമുക്ക് ചിലപ്പോൾ ബോഡിയിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. വേ ഓഫ് ഡ്രസ്സിങ്, അതുപോലെ നമ്മളുടെ വേ ഓഫ് വാക്കിംഗ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ള ഒരു വണ്ണം നമുക്ക് എടുത്തു കാണിക്കില്ല, അത്ര ഒരു ബൾക്കിനെസ് ഫീൽ ചെയ്യിപ്പിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ നല്ല ടോൾ ആൻഡ് സ്ലിം ആയ ഒരു ലുക്ക്, നമുക്ക് ഒരു ഇല്യൂഷൻ, ആൾക്കാർക്ക് ഒരു ഇല്യൂഷൻ കൊടുക്കുക നമ്മൾ വണ്ണം ഇല്ല എന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ. ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സിങ് ടിപ്സ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഷെയർ ചെയ്യുന്നതിന് മുന്നേ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണ് കാണണമെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഫാമിലി മെമ്പർ ആവാൻ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ്, നമ്മൾ നോർമലി നമ്മുടെ സൽവാർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നീ ലെങ്ത്തിനേക്കാളും ഒരു തൊട്ട് താഴെയായിരിക്കും നമ്മൾ നോർമലി നമ്മൾ സൽവാറോ അല്ലെങ്കിൽ കുർത്തീസോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ്. പക്ഷെ ഇനി മുതൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ എടുക്കുന്ന ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് എടുക്കുക. അതുപോലെ നല്ല ലോങ് ആയിട്ട് നിങ്ങൾ കുർത്തി ടോപ്പോ അല്ലെങ്കിൽ സൽവാർ ടോപ്പോ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോൾ ലുക്ക്, ഒരു ടോൾ ആൻഡ് സ്ലിം ലുക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ചുരിദാറിന്റെയോ അല്ലെങ്കിൽ സൽവാറിന്റെയോ ലെങ്ത് നമ്മൾ നോർമൽ എടുക്കുന്ന ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി കൂട്ടാം. സോ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ വൈഡ് നെക്ക്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ഹൈ നെക്കോ അങ്ങനത്തെ ഒന്നും കൊടുക്കാതെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഹെവിനെസ് തോന്നിക്കില്ല നിങ്ങളുടെ അപ്പർ ബോഡി. അപ്പൊ നിങ്ങളുടെ അപ്പർ ബോഡിയാണ് കുറച്ച് വലുത്, നിങ്ങളുടെ ചെസ്റ്റ് ഒക്കെ ഇച്ചിരി വലുപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. വി നെക്കോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള സ്ക്വയർ നെക്കാണ്, സ്ക്വയർ അല്ലെങ്കിൽ വി ആണ് മെയിൻലി ഇതിൽ പറയാ. വി നെക്കാണ് കുറച്ചും കൂടി നല്ലത്. ഒരു വൈഡ് വി നെക്ക് ആണെങ്കിൽ ഒരു ഇവിടെ നിന്ന് ബ്രോഡായി പിന്നെ നാരോ ആയി തോന്നിക്കും. സോ നമ്മൾ മൊത്തത്തിൽ ഒരു നാരോ ഫിഗർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വി നെക്ക് എടുക്കാൻ പറയുന്നത്. അതുപോലെ സ്ക്വയർ നെക്ക് ആണെങ്കിലും നല്ലതാണ്. നമ്മൾ എത്ര സ്കിൻ ഇവിടെ കാണിക്കുന്നോ അത്രയും നല്ലതാണ്. പക്ഷെ ഇത്രയും ഇറക്കി വെട്ടണ്ട കേട്ടോ. ഞാൻ പറഞ്ഞത് അത്യാവശ്യം ഒരു നെക്കിൽ നിന്നൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും, നമുക്ക് അത്രയും ഒരു ഹെവിനെസ് തോന്നിക്കില്ല. സോ അതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. വി നെക്കുള്ള അല്ലെങ്കിൽ സ്ക്വയർ നെക്ക്, വൈഡ് നെക്കുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആം ഫാറ്റ്, ഇവിടെയുള്ള ഫാറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ്സോ ഉപയോഗിക്കരുത്. നിങ്ങൾ ഒന്നല്ലെങ്കിൽ ലോങ് സ്ലീവ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചുടി സ്ലീവ്സ് ഉണ്ടാവും. ചുടി സ്ലീവ്സ് ബെസ്റ്റ് ആണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, കൈയൊക്കെ വളരെ സ്ലിം ആയിട്ട് തോന്നിക്കുന്ന ഒരു സംഭവമാണ് ചുടി സ്ലീവ്സ്. അപ്പൊ അത് നല്ലതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ലോങ് സ്ലീവ്സ് ആണ് കൂടുതലും നല്ലത്. സ്ലീവ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ലോങ് അല്ലെങ്കിൽ ചുടി സ്ലീവ്സ് ഒക്കെ എടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. 3/4 ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെ ആം ഫാറ്റ് കൂടുതലുള്ളവർക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് ഫുൾ സ്ലീവ് അതുപോലെ ചുടി സ്ലീവ് ഒക്കെ ഇടുമ്പോഴാണ്. സോ ദാറ്റ് ഈസ് തേർഡ് ടിപ്പ്. ടിപ്പ് നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വുമൻ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു അവർ ഗ്ലാസ് ഷേപ്പ് എന്നാണ് പലരും പറയുന്നത്. സോ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഈ ബൾക്കി ബോഡി വെച്ച് എങ്ങനെയാണ് അവർ ഗ്ലാസ് ഷേപ്പ് ഉണ്ടാക്കുക? സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ ഒരു
ഡ്രസ്സ് ഇപ്പോൾ ഇടാൻ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു നോർമലി ഒരു അനാർക്കലി ആയാലും പ്രശ്നമില്ല. അതിനോട് മാച്ചിങ് ആയിട്ട് നിങ്ങൾ ഒരു ബെൽറ്റ് ഈ ഒരു വേസ്റ്റ് ലൈനിൽ നിങ്ങൾ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് തോന്നിക്കും. നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സ്ലിമ്മിങ് എഫക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ടിപ്പ് നമ്പർ 5, നമ്മുടെ ഡ്രസ്സിങ് മാത്രമല്ല നമ്മൾ ഷൂസും കൂടി നമ്മൾ നോക്കണം. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷൂസിന് പകരം അത്യാവശ്യം ഹീലുള്ള ഷൂസ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും വി ഷേപ്പ്, അതായത് ഫ്രണ്ടിൽ വി ഷേപ്പുള്ള ഷൂസ് വേണം നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യാനായിട്ട്. ഷൂസോ അല്ലെങ്കിൽ ഫ്ലാറ്റോ നമ്മൾ ഇടുവാണെങ്കിൽ നമ്മൾ ഭയങ്കര ഷോർട്ടായിട്ട് നല്ല ബൾക്കി ആയിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഷൂസ് നിങ്ങൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നിങ്ങൾ വല്ലാണ്ട് പോയിന്റഡ് ആയിട്ടുള്ള ഹീലൊന്നും എടുത്ത് നിങ്ങൾ വീഴാൻ നിൽക്കണ്ട. ഒരു അറ്റ്ലീസ്റ്റ് 1 ഇഞ്ചെങ്കിലും, ജസ്റ്റ് 1 ഇഞ്ച്, ഈ ഫ്ലാറ്റ് അല്ലാതെ ജസ്റ്റ് 1 ഇഞ്ച് ഹീൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്. അതുപോലെ ഇതുപോലെ ഒരു ഷേപ്പ്, കാലുവേദനയൊക്കെ ഉണ്ടാവും, ബട്ട് നിങ്ങൾക്ക് ഒരു ഇച്ചിരി ഒരു ടോൾനെസ് ഫീൽ ചെയ്യിക്കാൻ നല്ലത് ഇതുപോലുള്ള വി പോലത്തെ ഫ്രണ്ടിൽ വരുന്ന ഷൂസാണ് കൂടുതലും നല്ലത്. അപ്പം നിങ്ങൾക്ക് ബാക്ക് പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വലിയ പോയിന്റഡ് ആയിട്ടുള്ള ഹീൽസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ജസ്റ്റ് ഒരു ഇഞ്ച് ഹീല് ഉള്ള ഒരു അങ്ങനത്തെ ഷൂസ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. സോ ടിപ്പ് നമ്പർ 6 എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും ഒരുവിധം കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, എന്നാലും ഞാൻ പറയാണ് കേട്ടോ, കാരണം എനിക്കിത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയ ഒരു സംഭവമാണ്. ലൈക്ക് നമ്മൾ ഡാർക്ക് കളേഴ്സ് മാത്രം പ്രിഫർ ചെയ്യാം. സോ ഡാർക്ക് കളേഴ്സ് ഇത് മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. കാരണം ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തിരി തടിയുള്ളവർ എപ്പോഴും ബ്ലാക്ക് ഇട്ട് നടക്കുന്നത്, ഒന്ന് ഇത്തിരി സ്ലിം ആക്കാനാണ്. പക്ഷെ ശരിക്കും വർക്ക്ഔട്ട് ആവും. ഈ ഡാർക്ക് കളേഴ്സ്, ബ്ലാക്ക് മാത്രമല്ല, യു ക്യാൻ ഓൾസോ പ്രിഫർ നേവി ബ്ലൂ, ബ്രൗൺ, പിന്നെ അതുപോലെ മെറൂൺ. ഇതൊക്കെ ഡാർക്ക് ഒരു ഷെയ്ഡിൽ പെടുന്ന കളേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് എപ്പോഴും ബ്ലാക്ക് ഇട്ട് മടുത്തെങ്കിൽ ഈ കളേഴ്സും കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ടിപ്പ് നമ്പർ 7 വേറെ ഒന്നല്ല, ഇതും നിങ്ങൾക്ക് കുറെ പേർക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത്. അതായത് ഇതിങ്ങനെ ഇങ്ങനെ വരുന്ന ടൈപ്പ് കേട്ടോ. ഇങ്ങനെ വരുന്ന ടൈപ്പുകൾ, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രൈപ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങളെ കുറച്ചും കൂടി തടി തോന്നിപ്പിക്കുകയുള്ളൂ. വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രൈപ്സ് ഉള്ള കുർത്തീസോ പാൻസോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പാൻസ് ഇടുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ടോളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. അതുപോലെ നമ്മൾ കുർത്തീസ് ഒക്കെ ഇടുവാണെങ്കിലും നല്ലതാണ്. സോ അതുപോലത്തെ സ്ട്രൈപ്സ് കൂടുതലും പ്രിഫർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ പാറ്റേൺസ് ആയാലും ചെറിയ പൂക്കളോ അങ്ങനത്തെ പാറ്റേൺസിനേക്കാളും നല്ലത് ഇതുപോലുള്ള സ്ട്രൈപ്സുകളാണ് നല്ലത്. ടിപ്പ് നമ്പർ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റൈൽ ആവാൻ ആഗ്രഹമുണ്ട്, നമുക്ക് ജീൻസ് ഇടാൻ താല്പര്യമുണ്ട്, പക്ഷെ ഷോർട്ട് ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ബാക്ക് കവർ ചെയ്യണം, അതുപോലെ നമുക്ക് ജീൻസ് ഇട്ട് നല്ല സ്റ്റൈലായിട്ട് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ട്യൂണിക്സ് ആക്ച്വലി കുർത്തീസിനേക്കാളും കുറച്ച് തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. നീ ലെങ്ത്തിനേക്കാൾ അബോവ് ആണ്. അപ്പൊ നല്ലപോലെ കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട്, അതായത് കാണുമ്പോൾ തന്നെ ഒരു വൾഗാരിറ്റി ഇല്ലാതെ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് നടക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ട്യൂണിക്സ് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആ സൈറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. മിന്ത്രയിലും ഇതിലൊക്കെ ട്യൂണിക്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്റ്റൈലായിട്ട് നടക്കണമെങ്കിൽ ജീൻസിന്റെ കൂടെ ട്യൂണിക്സ് ഇട്ട് നടക്കാം. അപ്പൊ നിങ്ങൾക്ക് വൾഗാരിറ്റിയോ ഒരു ബൾക്കിനെസ്സോ ഒന്നും ഫീൽ ചെയ്യിക്കില്ല. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റും. ടിപ്പ് നമ്പർ 9 എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നല്ലൊരു ഷേപ്പ് വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 9. ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറെ ടമ്മി ബെൽറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടും. പക്ഷെ നമ്മളൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഷേപ്പ് വെയർ കൂടി ഇടുവാണെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് നല്ലൊരു ഷേപ്പും കിട്ടും. അതുപോലെ നിങ്ങളുടെ എക്സ്ട്രാ ബൾക്കിനെസ് ഒന്ന് കുറയ്ക്കാനും പറ്റും. സോ നിങ്ങൾ ഒരു നല്ല ഷേപ്പ് വെയർ നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ വേണമെങ്കിൽ 1-2 ഷേപ്പ് വെയറിന്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതൊന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ടമ്മിക്ക് മാത്രം മതി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തൈസിന് മാത്രം മതിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചെസ്റ്റ് ആണ് കൂടുതലെങ്കിൽ ഒക്കെത്തിനുള്ള കുറെ ഷേപ്പ് വെയറുകൾ നമ്മുടെ ഓൺലൈൻ സൈറ്റ്സിലും അതുപോലെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. നല്ലൊരു ഷേപ്പ് വെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് മോസ്റ്റ്ലി കുറെ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഈവൻ എനിക്കും അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്.
സോ നമ്മുടെ 10th ടിപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടിപ്പാണ്. ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സിംഗിൾ കളർ ഔട്ട്ഫിറ്റ്സ് ആണ്. അതായത് മുകളിലും താഴെയും ബോട്ടം ആൻഡ് ടോപ്പ് സിംഗിൾ കളറിൽ വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. മാക്സിമം നമ്മൾ ഡാർക്ക് കളേഴ്സ് എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സെപ്പറേറ്റ് കളേഴ്സ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി ഷേപ്പ് കറക്റ്റ് തിരിച്ചറിയാൻ പറ്റും. ഹിപ്പിലാണ് കൂടുതൽ വണ്ണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കളർ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടും ഒരേ കളർ എടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലും ഡാർക്ക് കളേഴ്സ് പ്രിഫർ ചെയ്യുക. ബ്ലാക്ക്, റെഡ്, അങ്ങനത്തെ ഉള്ള കളേഴ്സ്, നേവി ബ്ലൂ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ കളേഴ്സൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുക. അങ്ങനെ സിംഗിൾ കളറായിട്ട് പെയർ ചെയ്യാൻ നോക്കുക. കോൺട്രാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബൾക്കി ബോഡി ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞത് കേട്ടോ. സോ ഇതാണ് കേട്ടോ നമ്മുടെ 10 ടിപ്പ്. സത്യം പറഞ്ഞാൽ ഈ ടിപ്സൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർ ഇഷ്ടംപോലെ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ സെലിബ്രിറ്റി സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. സോ നമ്മുടെ 5 സെലിബ്രിറ്റീസ് ലുക്കും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. കണ്ടവരും വേണമെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, സീ യു ദെൻ, ബൈ ബൈ.